ക്രിസ്ത്യാനോ റൊണാൾഡോ 2022 വേൾഡ് കപ്പിൽ ലാസ്റ്റ് മൊമെന്റിൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ കടക്കുന്ന ഒരു സീൻ തന്നെയാണ് അല്ലേ. ഇന്ന് 2026 സ്കോഡ് പ്രഖ്യാപിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ അതിലുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വേൾഡ് കപ്പ് സീരീസ് ആയിട്ടുള്ള മറക്കരുത് രാമയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചും പോർച്ചുഗലിനെ കുറിച്ചും തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് കൂടെ കൂടുക, യൂട്യൂബിലാണെങ്കിലും കൂടെ കൂടുക എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ 2022 വേൾഡ് കപ്പിലും അത്യാവശ്യം നല്ല സ്കോഡുമായിട്ടാണ് വന്നതെങ്കിൽ പോലും പലപ്പോഴും ആ സ്കോഡിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ടീമിനകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ 2022 വേൾഡ് കപ്പ് കിട്ടുന്നതിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും അതുപോലെ തന്നെ പോർച്ചുഗലിനെയും പിന്നിലേക്ക് വലിച്ചത് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാൽ 2026 ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ പോർച്ചുഗലിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര സ്കോഡാണ്. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ സ്കോഡ് എന്ന് തന്നെ പറയണം. അത് വാല്യൂ വെച്ചാണെന്നുണ്ടെങ്കിലും പ്ലേയേഴ്സിന്റെ റേറ്റിംഗ് വെച്ചാണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വെച്ചാണെന്നുണ്ടെങ്കിലും പോർച്ചുഗലിന് ഇപ്രാവശ്യം ഒന്നും പറയാനില്ല, ഗംഭീര സ്കോഡാണുള്ളത്. സോ ഈ സമയത്താണ് 2022 എല്ലാം അവസാനിച്ചു, അവൻ തീർന്നു എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ മുമ്പിൽ ഈ 2026 വേൾഡ് കപ്പിലും കരഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തേക്ക് പോകേണ്ടത്. പക്ഷേ ആ കരച്ചില് 2022 വേൾഡ് കപ്പ് കിട്ടാത്തതുപോലെ ആയിരിക്കരുത് 2026 വേൾഡ് കപ്പ് കിട്ടി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കി കരയുന്ന റൊണാൾഡോയെ കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കോഡ്, അതിപ്പോൾ ടീമിന്റെ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര സ്കോഡും കോച്ചും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് എപ്പോഴും ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരുന്നത്. ഇവിടെയാണ് 2026 ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരാൾ ഒരു ക്യാപ്റ്റനായി ഒരു ലീഡറായി മാറേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരുപാട് ഈ പറയുന്ന പോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസും മറ്റു താരങ്ങളും ഒക്കെ ഉള്ളതാണ്. ഇവരെ എല്ലാം കൃത്യമായിട്ടൊന്ന് നയിക്കാൻ സാധിച്ചാൽ ഈ 2026 വേൾഡ് കപ്പ് പോർച്ചുഗലിന് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പ് ആയിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു സീസൺ, ഈ ഒരു ടൂർണമെന്റിലെ വൺ ഓഫ് ദ ഫ്ലോപ്പ് ടീം ആവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതെന്റെ പ്രൊഡിക്ഷനാണ്. സോ എന്തായാലും എന്താണ് 2026 ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചും പോർച്ചുഗലിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ താഴെ കമന്റ് കറോ.